الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين فلما آتاهم من فضله بخلوا به وتولوا وهم معرضون فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്ക് പടച്ചവൻ നമുക്ക് നൽകിയ മഹാസിദ്ധിയാണ്. അസാധാരണമായ വരദാനമാണ് വാക്ക്. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ബയാൻ പഠിപ്പിച്ചു. ഭാഷകളിലൂടെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ശേഷി അല്ലാഹു മനുഷ്യന് പ്രദാനം ചെയ്തു. പക്ഷെ നമ്മൾ അറിയണം, വാക്ക് മറ്റെല്ലാ ലബ്ധികളെയും പോലെ പരീക്ഷണവുമാണ്. ജീവിതം തന്നെ പരീക്ഷണം എന്നാണല്ലോ തമ്പുരാൻ അറിയിച്ചിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അമലിൽ ഇഹ്സാൻ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു ജീവിതവും മരണവും നിർമ്മിച്ചത്. ഇപ്പൊ കിട്ടിയ ലബ്ധികൾ കൊണ്ട്, സിദ്ധികൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അമലുകളെ, കർമ്മങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റാനുള്ള പരീക്ഷണമാണ് എല്ലാ ലബ്ധികളും എന്നതുപോലെ ഈ വാക്കിന്റെ അനുഗ്രഹവും അല്ലാഹു നൽകിയതിന്റെ പിന്നിൽ. അതുകൊണ്ട് വാക്കുകളെ നമ്മൾ ജാഗ്രതയോടെ സമീപിക്കണം. ധാർമ്മികമായി
ഉപയോഗിക്കണം. കാരണം എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും എന്നൊരു ശൈലിയുണ്ട്. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും കൈവിട്ടുപോയതാണ്. എറിഞ്ഞ കല്ലിനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അതവിടെ പോയി കൊണ്ടല്ലോ, വേദനിച്ചല്ലോ എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. എറിയുന്നതിന് മുമ്പും പറയുന്നതിന് മുമ്പും ചിന്തിക്കണം വിശ്വാസി. ലാ തകല്ലം ബികലാമിൻ തുഅ്ദിറു മിൻഹു ഗദൻ, അല്ലാഹുവിന്റെ റസൂൽ. നാളെ സോറി പറയേണ്ട ഒരു വാക്ക് വിശ്വാസി പറയരുത്. നാളെ ക്ഷമാപണം ചോദിക്കേണ്ട ഒരു വർത്തമാനം. കാരണം വാക്ക് പറയുന്നതിന് മുമ്പ് ചിന്തിക്കുന്നവനായിരിക്കണം മനുഷ്യൻ. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്തൊരു വലിയ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ സന്ദേശം നൽകുന്നത്. നിങ്ങളും ഞാനും ഉച്ചരിക്കുന്ന ഓരോ പദവും അള്ളാഹു പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ് അറിയിപ്പ്. അതിനായി പ്രത്യേകം സംവിധാനങ്ങൾ, അതിനായി പ്രത്യേകം ആളുകൾ, അള്ളാഹു നിയോഗിച്ച മലക്കുകൾ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സദാ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാർ രേഖപ്പെടുത്താതെ ഒരൊറ്റ പദവും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല. മാ യൽഫിളു മിൻ ഖൗലിൻ. എന്തൊരു വലിയ ആലോചനകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്ദേശമാണ്. വേറൊരിടത്ത് പറഞ്ഞു, ഇന്ന അലൈക്കും ലഹാഫിലീൻ കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഹാഫിലീങ്ങളെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. മേൽനോട്ടക്കാരെ, നിരീക്ഷകരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ആ നിരീക്ഷകർ കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാരാണ്. വളരെ അന്തസ്സ് പുലർത്തുന്ന ലേഖകന്മാർ. ഓരോ വ്യക്തിയുടെയും കൂടെ, ഓരോ മനുഷ്യന്റെയും കൂടെ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെന്തും അവരറിഞ്ഞുകൊണ്ടാണ്. ഓരോ മനുഷ്യൻ ഈ ഭൂമുഖത്തുകൂടെ നടക്കുമ്പോഴും അയാളുടെ ചുറ്റും ഒരു സംഘമുണ്ട്. സെക്യൂരിറ്റി എന്നതുപോലെ മലക്കുകളുടെ ഒരു സംഘം അയാളോടൊപ്പമുണ്ട്. അദൃശ്യരായ മാലാഖമാരുടെ സംഘം. അവർ മാന്യന്മാരായ ലേഖകന്മാരാണ്. നമ്മൾ പത്രഭാഷയിൽ സ്വന്തം ലേഖകൻ എന്ന് പറയാറുണ്ടല്ലോ. കിറാമൻ കാത്തിബീൻ. ഓരോരുത്തർക്കുമുണ്ട് അള്ളാഹു നിയോഗിച്ച സ്വന്തം ലേഖകന്മാർ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവരറിയാതെ, അവരെ രേഖപ്പെടുത്താതെ ഒരൊറ്റ വാക്കും ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. ലക്ഷക്കണക്കായ, കോടിക്കണക്കായ വാക്കുകൾ കൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം. സ്വകാര്യമായും പരസ്യമായും കുടുംബത്തിലും പുറത്തും എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ ഉച്ചരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല പദങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു സംഘം ലേഖകന്മാർ. അവരുടെ മധ്യത്തിലാണ് മനുഷ്യന്റെ സഞ്ചാരമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വാക്കുകളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കണം. ധാർമ്മികമായി അതിനെ ചിട്ടപ്പെടുത്തണം, അതിനെ സംവിധാനിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് അള്ളാഹു നാവിനെ നമുക്ക് തന്നത്. രണ്ടവയവങ്ങളെ അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, ഏറ്റവും എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന രീതിയിലുമാണ്. അതാണ് അതിലെ പരീക്ഷണം. അതാണ് ഏറ്റവും ഗുരുതരമായ പരീക്ഷണം. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യൽമനു ലീ മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. എന്തൊരു വലിയ മുന്നറിയിപ്പാണ് പ്രവാചകൻ നൽകുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. മൻ യൽമനു ലീ മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി. ഒരു മനുഷ്യൻ അയാളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവവും രണ്ട് തുടയെല്ലുകൾക്കിടയിലെ അവയവവും, ഇത് രണ്ടും അയാൾ സൂക്ഷിക്കുമെങ്കിൽ, ആ രണ്ട് അവയവങ്ങളുടെയും ഉപയോഗത്തിൽ അയാൾ ജാഗ്രത പുലർത്തുമെങ്കിൽ, അൽമനു ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അയാൾക്ക് ഉറപ്പു നൽകും. മനുഷ്യന്റെ ലൈംഗിക അവയവവും മനുഷ്യന്റെ നാവും
ഇത് രണ്ടും ഏറ്റവും ഈസിയായി, ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അവയവങ്ങളാണ്. ഒരു പ്രയാസവുമില്ല, വളരെ പെട്ടെന്ന്. പക്ഷെ ഈ രണ്ട് അവയവങ്ങളെ അള്ളാഹു അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത് ഏറ്റവും ജാഗ്രത പുലർത്തുന്ന പരീക്ഷണത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് അത് രണ്ടും സൂക്ഷിക്കുന്നവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പു നൽകാം എന്ന് പ്രവാചകൻ. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ചവരെ, വിശ്വാസികളെ, ഇത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വാബോധം ഉയർത്തിപ്പിടിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം. ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം. വക്രതയില്ലാത്ത, വളവില്ലാത്ത, കൃത്രിമത്വമില്ലാത്ത, മൂല്യമുള്ള നല്ല വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ ഒരു സൽഭാഷണത്തിന്റെ ശൈലി നിങ്ങൾ ജീവിതത്തിൽ വളർത്തിയെടുത്താലോ യുസ്ലിഹുലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ജീവിതം അവൻ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ ഈ സൽസംസാരം ശീലിച്ചെടുത്താൽ. അങ്ങനെ ഒന്നും പറയാനില്ലാത്ത അവസരങ്ങളിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിന്റെ ആധിപത്യത്തിലും അന്ത്യനാളിന്റെ സംഭവ്യതയിലും ബോധ്യമുള്ള വിശ്വാസികൾ, ഫല്യഖുൽ ഖൈറ, മൂല്യമുള്ളത് പറയട്ടെ, നല്ലത് പറയട്ടെ, സുഹൃതം പറയട്ടെ. അങ്ങനെ ഒന്നും പറയാനില്ലെങ്കിലോ ഔ ലയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ, മൗനം ഭജിക്കട്ടെ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ദുഷിച്ച പദപ്രയോഗങ്ങൾ, ദുരർത്ഥങ്ങളുണ്ടാക്കുന്ന, മനുഷ്യരെ തമ്മിലകറ്റുന്ന, മനുഷ്യരിൽ വൈരമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ, കള്ളങ്ങൾ, വ്യാജങ്ങൾ, അശ്ലീലങ്ങൾ, ഇതൊന്നും നിന്റെ നാവിലൂടെ പുറത്തു വന്നുകൂടാ. ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വലാ ബിൽആൻ വൽ ഫാഹിഷ് വൽ ബദി, പ്രവാചകൻ പറഞ്ഞു, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ നിരന്തരം മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, അവൻ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവനല്ല, അവൻ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവനല്ല, അവൻ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നവനല്ല. ഇങ്ങനെയുള്ളവനല്ല സത്യവിശ്വാസി എന്ന് പ്രവാചകൻ. അലൈക്കും ബിസ്സിദ്ഖ്, അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധതയെ ഉയർത്തിപ്പിടിക്കുക. അലൈക്കും ബിസ്സിദ്ഖ്, സത്യത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഫഇന്ന അസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർ, ആ സത്യം നിങ്ങളെ പുണ്യത്തിലേക്ക് നയിക്കും. വഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, ആ പുണ്യമാകട്ടെ സ്വർഗത്തിലേക്കാണ് നിങ്ങളെ നയിക്കുക. വലാ യസാലു റജുലു യസ്ദിഖു വയതഹറ അസ്സിദ്ഖ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ, പ്രവാചകൻ പറയുന്നു, ആ സത്യസന്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോയാൽ, ആ സത്യത്തിൽ നീ നിഷ്ഠ പാലിക്കുമെങ്കിൽ, പ്രവാചകൻ പറയുന്നു, വല്ലാഹിവിങ്കൽ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, സത്യവാനെന്ന് അല്ലാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടും. എന്നാലോ വഇയ്യാകും വൽ കദിബ്, വ്യാജത്തെ നിങ്ങൾ സൂക്ഷിക്കണം, കളവ് പറയുന്നതിന് നിങ്ങൾ കരുതിയിരിക്കണം. കാരണം ഫഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ, കള്ളം അധർമ്മത്തിലേക്കാണ് കൊണ്ടുപോവുക. വഇന്നൽ ഫുജൂറ യഹ്ദീ ഇലൻ നാർ, അധർമ്മം നിങ്ങളെ നരകത്തിലേക്കാണ് നയിക്കുക. വമാ യസാലു റജുലു യക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, ഒരാൾ തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ, വ്യാജം പറയുന്നത് അയാളുടെ ജീവിതത്തിന്റെ ഒരു ശീലമായി മാറിയാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ രേഖയിൽ കദ്ദാബ്, നുണയനാണവൻ എന്ന് അള്ളാഹു രേഖപ്പെടുത്തും. വളരെ ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പരീക്ഷണത്തിൽ, വാക്കുകളുടെ പരീക്ഷണത്തിൽ നമ്മളെല്ലാവരും ദയനീയമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നാമതായിട്ട് എന്നോട് തന്നെയാണ് പറയുന്നത്, നമ്മൾ ഈ പരീക്ഷണത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും നരകം ഒരാൾ നേടിയെടുക്കുന്നത് ഹസായിദുൽ ലിസാൻ കൊണ്ടാണ്. നരകത്തിൽ ഒരാൾ എറിയപ്പെടുന്നത് മിക്കവാറും അയാളുടെ നാവിന്റെ കൊയ്ത്ത് കൊണ്ടാണ്. നാവിന്റെ കൊയ്ത്ത്, ഹസായിദുൽ ലിസാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയോഗം. നാവ് കൊയ്തെടുത്തിട്ടാണ് നരകത്തിൽ അധികം ആളുകളും ചെന്ന് വീഴുന്നത്. ഇത് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിടയിൽ. സാധാരണക്കാർ ഈ പരീക്ഷണത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു, സമൂഹത്തിലെ ഉന്നതന്മാർ ഈ പരീക്ഷണത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു. വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്കറിയാം.
അഭിഭാഷകൻ കോടതിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് അയാൾ ന്യായാധിപനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കള്ളമാണല്ലോ പറയുന്നത്. സത്യമെന്തെന്ന് ബോധ്യമുണ്ടായിട്ടും തന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് കള്ളം പറയുന്നു. ലാഭേച്ഛയാണ് അയാളെ നയിക്കുന്നത്. ഭൗതികമായ താല്പര്യങ്ങളും പണമോഹവുമാണ് അയാളെ നയിക്കുന്നത്. ഒരുപക്ഷെ പൊതുജന മധ്യത്തിൽ അയാൾ ഏതൊരു ആദർശത്തിന്റെ വക്താവാണോ, പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ വക്താവാണോ, അങ്ങനെ ആയിരിക്കെ തന്നെ അതിന് നേർവിപരീതമായ വാദങ്ങൾക്ക് വേണ്ടി, വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുന്നുവല്ലോ. നമുക്കറിയാം, ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ ഫഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. അഭിഭാഷകൻ ഈ പരീക്ഷണത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കേസിന്റെ വാസ്തവമെന്ത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവാസ്തവങ്ങൾക്ക് വേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പണമോഹമാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഭാഷകൻ ന്യായാധിപനോട് പറയുന്നത് കള്ളമായി മാറുന്നു. ഭിഷഗ്വരൻ രോഗികളോട് പറയുന്നത് കള്ളമായി മാറുന്നു. പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ്. പേഷ്യന്റിനോട് കള്ളം പറയുന്നു ഡോക്ടർമാർ, അധിക ഡോക്ടർമാരും. ഉള്ളതല്ല അവർ പറയുന്നത്, ഇല്ലാത്തതാണ് പറയുന്നത്. അറിഞ്ഞുകൊണ്ടാണ് കള്ളം പറയുന്നത്. കാരണം ഇപ്പറഞ്ഞ വലിയ രോഗമൊന്നും ഇദ്ദേഹത്തിനില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മരുന്ന് കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അയാൾ ഏൽപ്പിച്ച മരുന്നുകൾ വിറ്റുകൊടുക്കാൻ വേണ്ടി, തനിക്ക് അതിലൂടെ ലാഭമുണ്ടാക്കാൻ വേണ്ടി കള്ളം പറയുന്ന ഭിഷഗ്വരന്മാർ, അവർ രോഗികളോട് കള്ളം പറഞ്ഞ് വാക്കുകളുടെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതൻ ദേവാലയത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ വിശ്വാസികളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കള്ളങ്ങളും വ്യാജങ്ങളുമാണല്ലോ പറയുന്നത്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയാണല്ലോ സംസാരിക്കുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹം അധപ്പതിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. അവരോട് പറഞ്ഞു, മദീനത്തെ അവശിഷ്ട ജൂത റബ്ബിമാരോട് പറഞ്ഞു, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഹക്കും ബാത്തിലും നിങ്ങൾ കൂട്ടിക്കലർത്തി ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. സത്യത്തെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കരുത്. ഉള്ളതുപോലെ പറയണം. പക്ഷേ പൗരോഹിത്യം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. വ്യാജങ്ങളും അവാസ്തവങ്ങളും അതിന്റെ നിജസ്ഥിതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ. ഇത് ശിർക്കാണോ ബിദ്അത്താണോ എന്ന് പണ്ഡിതൻ അറിയാഞ്ഞിട്ടല്ല, മുസ്ലിംകൾക്ക് അറിയാഞ്ഞിട്ടല്ല വാദപ്രതിവാദം നടത്തുന്നത്. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നു, വിശ്വാസികളെ വഞ്ചിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. അതുവഴി അവർ ഭൗതികമായ ലാഭമോഹങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞു, വലാ തസ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫർഹബൂൻ. എന്നെ മാത്രം ഭയപ്പെടണം നിങ്ങൾ. വലാ തസ്തറൂ ബിആയാതി സമനൻ ഖലീല. തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി, സമൻ ഖലീൽ, തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി എന്റെ ആയത്തുകളെ നീ മതത്തെ നിങ്ങൾ വിറ്റുകളയരുത് എന്ന് പറഞ്ഞാൽ യാസീൻ ഓതുമ്പോൾ 50 റുപ്യ വാങ്ങുന്നതിന് പകരം ഒരു 100 രൂപ വാങ്ങണമെന്നല്ലല്ലോ ആ പറഞ്ഞതിനർത്ഥം. ലാ തസ്തറൂ ബിആയാതി സമനൻ ഖലീല. അള്ളാഹുവിന്റെ ദീനിനെ വിറ്റുകൊണ്ട്, വാസ്തവങ്ങളെ മറച്ചുപിടിച്ചുകൊണ്ട് അയാൾ സമ്പാദിക്കുന്നതെന്തും വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ സമനുൻ ഖലീൽ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അയാൾ കൊട്ടാരം വാങ്ങുന്നു, അയാൾ കാറ് വാങ്ങുന്നു, അയാൾ പ്രശസ്തി ഉണ്ടാക്കുന്നു, അയാൾ സംഘടനയുടെ തലപ്പത്തെത്തുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ വഞ്ചിച്ചുകൊണ്ട്, അവന്റെ ആയത്തുകളെ വിറ്റുകൊണ്ട് അയാൾ സമ്പാദിക്കുന്നത് എത്ര വലുതാകട്ടെ അതെല്ലാം പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ, നരകശിക്ഷയുമായി താരതമ്യം ചെയ്യുമ്പോൾ സമനുൻ ഖലീൽ, വെറും തുച്ഛമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. പുരോഹിതൻ വിശ്വാസികളോടും സമൂഹത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കള്ളം പറയലാണെങ്കിൽ വാക്കുകളുടെ പരീക്ഷണത്തിൽ അയാൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരി അങ്ങാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ശുദ്ധമായ കള്ളം പറഞ്ഞുകൊണ്ട് ഉപഭോക്താക്കളെ പറ്റിക്കലാണ്. കാപട്യം കാണിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവനാണ് കച്ചവടക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് വ്യാപാര രംഗം കൃത്രിമത്വങ്ങളാൽ, കാപട്യങ്ങളാൽ, ചൂഷണങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. പരസ്യങ്ങളിൽ നമ്മൾ കാണുന്നത് മുഴുവൻ കള്ളമാണല്ലോ. അതിന് യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലല്ലോ. 24 മണിക്കൂറും ലൈവായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രേക്ഷകൻ അതുവഴി ഏറ്റവും വലിയ ഒരു മാരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഒരു സംഗതി മാർക്കറ്റിൽ പോയി വാങ്ങാൻ നമ്മുടെ സ്ത്രീകൾ, സഹോദരിമാർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കുമ്പോൾ
അതിന്റെ ഗുണഗണങ്ങളെ, അതിന്റെ ദോഷങ്ങളെ വളരെ കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടൊന്നുമല്ല മാർക്കറ്റിൽ പോകുന്നത്. അത് സംബന്ധിച്ച പരസ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവിടെ ആ സിനിമാ നടൻ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കച്ചവടക്കാർ. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പരസ്യകല ജന്മം കൊണ്ട് തന്നെ ഇബ്ലീസിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു നിരീക്ഷണം കിട്ടും. കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വയും സ്വർഗത്തിലായിരിക്കെ പടച്ചവന്റെ കൽപ്പനയുണ്ടായല്ലോ, ലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ ആ പ്രത്യേക വൃക്ഷത്തിലേക്ക് അടുത്തു പോകരുത്. ഉടനെ പിശാച് അവരെ സമീപിക്കും, എന്നിട്ട് അവരെ മോഹിപ്പിക്കും. അവരെ വഞ്ചിക്കാൻ വേണ്ടി നല്ല വർണ്ണശബളമായ വാക്കുകൾ കോർത്തിണക്കിയ പരസ്യവാചകമാണ് ഇബ്ലീസ് പറയുന്നത്. ആ മരത്തോട് അടുക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയുമോ? ആ മരം ഷജറത്തുൽ ഖുൽദാണ്. അതാണ് നിത്യതയുടെ വൃക്ഷം എന്ന് പറയുന്നത്. നിങ്ങൾ ആ കനി പറിച്ചു തിന്നാൽ, നിങ്ങൾ അതിനെ സമീപിച്ചാൽ നിങ്ങൾക്കിവിടെ സ്ഥിരമായി ശാശ്വതമായിട്ട് സ്വർഗത്തിൽ താമസിക്കാൻ കഴിയും. അത് സംഭവിക്കാതിരിക്കാനാണ് അങ്ങനെ നിങ്ങൾ വിലക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കമനീയമായ വാക്കുകൾ കോർത്തിണക്കി. ഇന്ന് പരസ്യകല എന്ന് പറയുന്ന വലിയൊരു കലയാണ്, കോടികൾ മറിയുന്ന ഒരു മേഖലയാണ് പരസ്യരംഗം എന്ന് പറയുന്നത്. ഇബ്ലീസാണ് ആ കലയുടെ പിതാമഹൻ എന്ന് വേണമെങ്കിൽ പറയാം. യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പരസ്യങ്ങൾ, അത് പറഞ്ഞിട്ട് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതിയിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, കച്ചവടക്കാരൻ വാക്കുകളുടെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വിശദീകരിക്കേണ്ടതില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ ഫഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. കള്ളങ്ങൾ അധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകും, ആ അധർമ്മങ്ങൾ നരകത്തിലേക്ക് നയിക്കും. രാഷ്ട്രീയക്കാരൻ എന്താണ് ജനമധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിശദീകരിക്കേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ. പരത്തി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപഹാസ്യമായി തീരുന്ന രീതിയിൽ നമ്മൾ നിരന്തരം, ഇപ്പൊ ഞാനൊരു 5 മിനിറ്റ് സംസാരം നിർത്തിവെച്ചാൽ നിങ്ങൾക്കത് കേൾക്കാം. നല്ല തേനൂറുന്ന വാക്കുകളിലൂടെ മൈക്ക് കെട്ടിവെച്ച് നമ്മുടെ നാട്ടിൽ മുഴുവൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേനൂറുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജയിച്ചാൽ ഇന്നതൊക്കെ ചെയ്യുന്ന പറയുന്നു. ഞാൻ ജയിച്ചാൽ ഓരോ വാർഡിലും ഓരോ വിമാനത്താവളം ഉണ്ടാക്കി തരാം എന്ന മട്ടിൽ, നിങ്ങൾ ഓരോ വോട്ടർമാർക്ക് ഒരു ആനയെ കൊണ്ടുതരാം എന്ന മട്ടിൽ പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ ജനമധ്യത്തിൽ വാക്കുകളുടെ പരീക്ഷണത്തിൽ, ദൈവികമായ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികകൾ അത് വെറും പ്രകടനത്തിനുള്ളതാണ്, നടപ്പിലാക്കാനുള്ളതല്ല എന്ന് നമുക്കറിയാം. വോട്ടർമാർക്ക് നന്നായിട്ടറിയാം. കാലങ്ങളായി ഈ കക്ഷി രാഷ്ട്രീയ സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഇരകളായ ജനങ്ങൾക്കറിയാം ഇതിലെന്തുമാത്രം സത്യമുണ്ട് എന്ന്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, വമിൻഹും മൻ ആഹദല്ലാഹ്, പാലം കടക്കുവോളം നാരായണ എന്ന് പറയുകയും പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയുകയും ചെയ്യുന്ന നിലപാടിനെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ്. അത് ഏത് രംഗത്തായാലും. വമിൻഹും മൻ ആഹദല്ലാഹ്, അള്ളാഹുവിനോട് കരാർ ചെയ്ത ആളുകൾ. എന്താണ് അവരുടെ കരാർ? അവരുടെ വർത്തമാനം ലഇൻ ആതാനാ മിൻ ഫളിഹി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നാൽ ലനസ്വദ്ദഖന്ന, ഞങ്ങൾ ധർമ്മം ചെയ്യും, സാധുക്കൾക്ക് ദാനം ചെയ്യും. വലനകൂനന്ന മിനസ് സാലിഹീൻ, നല്ല സജ്ജനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുകയും ചെയ്യും. അള്ളാഹ് ഔദാര്യം ഞങ്ങൾക്ക് തന്നാൽ മതി, സമ്പത്തില്ലാത്തതിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, അങ്ങനെ അള്ളാഹ് അവർക്ക് നൽകിയാലോ അവരുടെ സമീപനം ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ, ഇതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട്, ആ പ്രതിജ്ഞകൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട്, അവരുടെ ആ കരാറുകളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അവർ ലബ്ധ കാണിക്കുകയാണ് ചെയ്യുക. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു. വിശുദ്ധ ഖുർആന്റെ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖ്, കാപഢ്യം നാം ഊട്ടിയിരിക്കുകയാണ്, അവിടെ നാം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്, അവരുടെ ഹൃദയത്തിലിട്ട് കൊടുത്തിരിക്കുകയാണ് നിഫാഖ്. ഇലാ യൗമി യൽഖൗനഹു, പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുന്ന നാളുവരെ അല്ലാഹു വരെ മുനാഫിഖീങ്ങളാക്കിയിരിക്കുകയാണ്. ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു വബിമാ കാനൂ യക്ദിബൂൻ. എന്താണ് കാരണം? അവർ വാക്ക് ലംഘിച്ചു, പ്രതിജ്ഞകൾ ലംഘിച്ചു, നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അലം യഅലമു അന്നല്ലാഹു യഅലമു സിർറഹും വനജ്വാഹും, അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹു അവരുടെ ഗൂഢാലോചനകളും അവരുടെ രഹസ്യങ്ങളും അവരുടെ എല്ലാം അവൻ അറിയുന്നു എന്ന വസ്തുത അവർ മനസ്സിലാക്കുന്നില്ലേ? വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്,
അള്ളാഹു എല്ലാ അദൃശ്യങ്ങളും നന്നായി അറിയുന്ന തമ്പുരാനാണ് എന്ന കാര്യം എന്തേ അവർ മറന്നുകളയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആയത്ത് അവതരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. സാലബ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു പ്രവാചകന്റെ പള്ളിയുടെ സമീപം. അദ്ദേഹം ദരിദ്രനായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനമുണ്ട്, ഒരു പ്രതിജ്ഞയുണ്ട്. എനിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയാൽ, അവരെ പോലെ എനിക്കും അള്ളാഹു സമ്പത്ത് നൽകിയാൽ ഞാൻ പടച്ചവന്റെ മാർഗത്തിൽ നന്നായിട്ട് ചിലവഴിച്ചുകൊണ്ട് മാതൃകാപരമായിട്ട് എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ. അത് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വളരെ സ്വന്തപ്പെട്ട ഒരാൾ മരിച്ചു. ആ സമ്പത്ത് മുഴുവൻ പൈതൃക സ്വത്തായി ഇദ്ദേഹത്തിന് ലഭിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനോഭാവം മാറി, അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. ധനത്തിന്റെ ഏറ്റവും വലിയ അഹന്ത പിടികൂടി. അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് സമ്പത്തിന്റെ തിണ്ണുബലത്തിൽ അഹങ്കാരിയായി മുന്നോട്ട് പോയി. ആ സാലഭമാരെയും അവരെ ചൂണ്ടിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രതിജ്ഞയെടുക്കുന്ന ആളുകൾ എന്നാൽ അവരാഗ്രഹിച്ചത് കിട്ടിയാലോ അവരാ പ്രതിജ്ഞകളിൽ നിന്ന് പിന്മാറും. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു. പടച്ചവനെ കണ്ടുമുട്ടുന്ന നാൾ വരെ അവരുടെ ഉള്ളിൽ അള്ളാഹു നിഫാഖ് കുടിയിരുത്തിയിരിക്കുകയാണ്. ഇതെല്ലാ രംഗത്തും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്താണ് ഏറ്റവും കൂടുതൽ. അവർ നമുക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ വേണമെങ്കിൽ രാഷ്ട്രീയ മുനാഫിക്കുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പതിറ്റാണ്ടുകളായി ഈ രാഷ്ട്രീയ നിഫാഖ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിലേറിയാൽ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യും, ഇന്നത് സംരക്ഷിക്കും എന്നൊക്കെ ജനങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു എന്ന രീതിയിൽ മുനാഫിഖീങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രവാചകൻ വളരെ ലളിതമായി ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഒരു മുനാഫിഖിന്റെ അടിസ്ഥാന ലക്ഷണം? റസൂലുള്ളാഹി പറഞ്ഞ ഒരു ലക്ഷണം ഇദാ വഅദ അഖ്ലഫ. ഇദാ വഅദ അഖ്ലഫ, അയാൾ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അയാൾ ലംഘിക്കും. ഇദാ ഉത്മിന ഖാന, അയാളുടെ വാക്കാരെങ്കിലും വിശ്വസിച്ചു പോയാലോ ആ വിശ്വസിക്കുന്ന ആളുകൾ ചതിക്കപ്പെടും. ഇതല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിശദീകരിക്കേണ്ടതില്ല. ഈ തിരിച്ചറിവ് സമൂഹത്തിലുണ്ടാകണം, പൗരസഞ്ചയത്തിലുണ്ടാകണം എന്നാണ് ഈ വചനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു തിരിച്ചറിയൽ പരേഡ് പോലെയാണ്. ചില സന്ദർഭങ്ങളിൽ പീഡനത്തിനിരയായ, ചൂഷണത്തിനിരയായ ഒരു സ്ത്രീ, ഒരു സഹോദരി, അവളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച കുറ്റവാളികളെന്ന് സംശയിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് അവൾ ആ കുറ്റവാളിയെ തിരിച്ചറിയുന്നത് പോലെ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പൗരസഞ്ചയം അവരുടെ മുമ്പിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ വൃത്തികേടുകളുമായിട്ട് നിൽക്കുന്ന, ഇനിയും തേനൂറുന്ന വാക്കുകളുമായി ചതിക്കാനും വഞ്ചിക്കാനും വരുമ്പെടുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു തിരിച്ചറിയൽ പരേഡിൽ എന്നതുപോലെ ആരാണ് ഞങ്ങളെ വാക്ക് നൽകി, തേനൂറുന്ന വാക്കുകൾ നൽകി കബളിപ്പിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും വഞ്ചിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ജനസമൂഹങ്ങൾക്ക് കഴിയണം എന്നാണ്. വഔഫൂ ബിൽ അഹദ്, കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. പ്രകടന പത്രികയിൽ പറഞ്ഞാൽ അത് നടപ്പിലാക്കണം. നടപ്പിലാക്കാൻ പറ്റുന്നത് പറയേണ്ടതുള്ളൂ. വഔഫൂ ബിൽ അഹദ്, കരാറുകൾ നിങ്ങൾ, പ്രതിജ്ഞകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. കാരണം ഇന്നൽ അഹദ കാന മസ്ഊല, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതികളാണ്. പടച്ചവന്റെ മുമ്പിൽ നിന്റെ ഓരോ വാക്കും ചോദ്യം ചെയ്യപ്പെടും. ഇന്നത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ എന്തുമാത്രം സൂക്ഷ്മമായിട്ട് റസൂലുള്ളാഹി അത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ ഒരിക്കൽ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനോട്, മോനെ നീ കരയല്ലേ, നിനക്ക് ഞാനൊരു കാരക്ക തരാം എന്ന് പറയും. ഇത് കേട്ടുകൊണ്ടാണ് പ്രവാചകൻ ചെല്ലുന്നത്. റസൂലുള്ളാഹി ഉടനെ ആ സ്ത്രീയോട് ചോദിച്ചു, നീ ആ കുട്ടിക്ക് കാരക്ക കൊടുക്കുമോ? അത് വെറുതെ അവന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി പറഞ്ഞതാണോ? അല്ലാഹുവിന്റെ റസൂല്, ഞാൻ കൊടുക്കും. പ്രവാചകന് പറഞ്ഞു, നീ കൊടുക്കുന്നില്ലെങ്കിൽ നീ കുറ്റവാളിയാണ്. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോനെ നീ കരയല്ലേ, നിനക്ക് ഞാൻ മിഠായി വാങ്ങിത്തരാം എന്ന് ഉമ്മ പറഞ്ഞാൽ, ഉപ്പ പറഞ്ഞാൽ അപ്പറഞ്ഞ് വാക്കുകൾ പാലിക്കണം. വഔഫൂ ബിൽ അഹദ്, ചെറുതോ വലുതോ കരാർ പൂർത്തീകരിക്കുക. നല്ല കാര്യങ്ങൾ അങ്ങനെ പ്രതിജ്ഞയെടുത്തിട്ട് അത് പൂർത്തീകരിക്കുന്ന മാർഗത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനാകണം സത്യവിശ്വാസി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കാലഘട്ടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഫാഖ് ഇട്ട് കൊടുത്ത കാപട്യമാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്.
ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല സമൂഹം എന്ന് പറയുന്നത് എന്റെ ഈ സമൂഹമാണ്, പിന്നെ അതിനുശേഷം വരുന്ന സമൂഹം എന്നൊക്കെ വിശദീകരിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ആ ഉത്തമ തലമുറകൾക്ക് ശേഷം സുമ്മ യകൂനു ബഅദഹും ഖൗമുൻ യശ്ഹദൂൻ. പിന്നെ ഒരു വിഭാഗം വരും, പിന്നെ ഒരു സമൂഹം വരും, അവര് സാക്ഷ്യം വഹിക്കുന്നവരാണ്. വലാ യസ്തശ്ഹദൂൻ, സാക്ഷ്യം ആരും അവരോട് ചോദിച്ചില്ലെങ്കിലും സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ. വയഖൂനൂന വലാ യുഅ്തമനൂൻ, അവർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചതിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. വലാ യുഅ്തമനൂൻ, വിശ്വസ്തത ഉയർത്തിപ്പിടിക്കുന്നവരാവുകയില്ല. വയുൻദിറൂന വലാ യൂഫൂൻ, അവർ നിരന്തരം പ്രതിജ്ഞകൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഒരു പ്രതിജ്ഞയും അവർ പൂർത്തീകരിക്കുകയില്ല. വയൽഹറു ഫീഹി സിമൻ, റസൂലുള്ളാഹി പറയുന്നു, പക്ഷെ അവരെ കണ്ടാൽ വലിയ യോഗ്യന്മാരായിരിക്കും, കണ്ടാൽ വലിയ യോഗ്യന്മാരായിരിക്കും, പക്ഷേ ഇതാണ് അവരുടെ സ്വഭാവം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പല വർണ്ണങ്ങളിലുള്ള കൊടികൾ കാണുകയാണ്. പ്രവാചകൻ നമ്മുടെ മുമ്പിൽ വെച്ച ഒരു ചിത്രമുണ്ട്. പരലോകത്തൊരു നിമിഷമുണ്ട്, ആ നിമിഷത്തിൽ ഇവിടെ കൊടി പിടിച്ച് ജാഥ വിളിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, കൊടികളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സന്ദർഭമുണ്ട് പരലോകത്ത്. ഓരോ നേതാവിന്റെ കയ്യിലും ഓരോ കൊടി കാണും, പക്ഷേ കൊടി അവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടിയായിരിക്കുകയില്ല. നിരന്തരമായി ഇതിലൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ആ വഞ്ചനയുടെ പ്രതീകമായ ഒരു കൊടിയാണ് നാളെ പടച്ചു തമ്പുരാൻ അവരുടെ കയ്യിൽ കൊടുക്കുക. ലികുല്ലി വാദിരിൻ ലിവാഉ യൗമൽ ഖിയാമ, ലിവാവുണ്ട്, എല്ലാ വഞ്ചകന്മാർക്കും ഒരു കൊടി, ഒരു പതാക അല്ലാഹു നൽകും അന്ത്യനാളിൽ. യുർഫഉ ലഹു ബിഖദരി ഗദരിഹി, ആ കൊടി ഉയർത്തപ്പെടുന്നത് അയാൾ എന്തുമാത്രം വഞ്ചിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയുണ്ടല്ലോ, 100ാമത്തെ വയസ്സിലും ഈ രാഷ്ട്രീയ രംഗത്ത് തന്നെ നിന്നിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, യുർഫഉ ലഹു ബിഖദരി ഗദരിഹി, അവരെന്തുമാത്രം ജനങ്ങളെ വഞ്ചിച്ചു, ആ വഞ്ചനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ കൊടി ഉയർത്തപ്പെടുക. അലാ വലാ ഗാദിറ അഅ്ലമു ഗദറൻ മിൻ അമീരി അമ്മ, നേതാവിനേക്കാൾ വലിയ വഞ്ചന കാണിച്ചവർ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ചില വിഷയങ്ങളാണ് വാക്കുകളുടെ പരീക്ഷണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാൻ വഅല്ലമഹുൽ ബയാൻ, പരസ്പരം ആശയവിനിമയം നടത്തുവാൻ വേണ്ടി ഭാഷകൾ തന്നു നമുക്ക്, വാക്കുകൾ തന്നു നമുക്ക്. ആ വാക്കുകളുടെ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണോ ചെയ്യുന്നത് എന്ന് നിരന്തരം പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന പൊതുപ്രവർത്തകരായ, രാഷ്ട്രീയ പ്രവർത്തകരായ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായ ആളുകൾക്ക് ഖുർആൻ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിനാണ് ചെയ്യാൻ കഴിയാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, പടച്ചവൻ ഏറ്റവും വലിയ ക്രോധമുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുക എന്നത്. അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒന്നാമതായിട്ട് പ്രതിജ്ഞ എടുക്കണം. മഹാനായ പ്രവാചകന്റെ പ്രതിജ്ഞ, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രതിജ്ഞയുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. എന്നാൽ കഴിയുന്നത് ചിലത് ചെയ്യാൻ വേണ്ടി, എന്റെ ഉദവി കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഉദവി കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ. ആ വാചകത്തിന്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളും എന്റെ ജീവിതവുമായി ഒരു വൈരുദ്ധ്യം ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു, നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ നിഷ്കർഷിക്കുന്ന തിന്മകൾ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അത്തരമൊരു വൈരുദ്ധ്യം ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വഴിയിൽ ചെയ്യാൻ വേണ്ടിയാണ് പടച്ചവന്റെ ഉദവിയോടുകൂടി നിൽക്കുന്നത് എന്ന ഒരു മനോഭാവത്തോടുകൂടി വേണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയുവാനും വിവേകത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.